രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അതേസമയം നല്ല ക്രഞ്ചി ആയിട്ടുള്ള എഗ്ലെസ് ബട്ടർ കുക്കീസാണ്. ഇത് നമ്മൾ ഓവൻ, ബീറ്റർ അതുപോലെ കുക്കറൊന്നും ഉപയോഗിക്കാതെയാണ് ബേക്ക് ചെയ്തെടുക്കണേ. പിന്നെ ഇതിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നുമില്ല കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ 150 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടറാണ്. ഇത് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം. അതിനുശേഷം 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മളവിടെ ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി എടുക്കണം. അപ്പോൾ ഇനി ഞാനൊരു സ്പൂണ് കൊണ്ട് ഒരളവിനായിട്ടാട്ടോ ഇങ്ങനെ എടുക്കണത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ബോൾ പോലെ ഉരുട്ടിയെടുത്ത ശേഷം ഉള്ളം കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത ശേഷം നമുക്ക് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം കട്ട് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ആ ഒരു രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോ നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം കുക്കി കട്ടർ കൊണ്ട് പ്രസ് ചെയ്ത് ഓരോ ഷേപ്സിൽ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ 2-3 തരത്തിൽ നമുക്ക് ഈ ഒരു ബട്ടർ കുക്കീസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമ്മുടെ കുക്കീസ് പ്ലെയിൻ ആയിട്ട് കിടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇതാ ജസ്റ്റ് ഇതുപോലെ കുക്കിയുടെ മുകളിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ഫ്ലാറ്റ് ആയിക്കോളും. അതിന് ശേഷം നല്ലൊരു ഡിസൈനും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ അറിയാൻ പറ്റും കുക്കിയുടെ ഒരു തിക്നെസ്. അതാ കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ പോണേ ആ ഒരു പാത്രം ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്ത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ പ്രീഹീറ്റ് ചെയ്തെടുത്താണ്. അതിനുശേഷം പതുക്കെ നമ്മുടെ ഈ ഒരു പ്ലേറ്റ് താഴേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെക്കുക. അപ്പോൾ ഞാൻ വേറൊരു കടായിലും ഇതുപോലെ വെച്ചു. ബട്ടർ പേപ്പർ ഒന്നും വെക്കണം എന്നില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അപ്പോൾ എനിക്കൊരു 20 മിനിറ്റ് എടുത്തു ഇത് ബേക്കായി കിട്ടാനായിട്ട്. നമുക്ക് ആദ്യം തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വെക്കരുത്. നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ ഇത് ക്രിസ്പി ആവുള്ളൂ. എല്ലാ കുക്കീസും ഇതുപോലെ തന്നെ കേട്ടോ. ആദ്യം നമ്മൾ ചൂടോടെ തൊടുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് ബേക്ക് ചെയ്തെടുത്ത കുക്കീസാണ്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ അകത്ത് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റും ആട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ബാച്ചാണ്. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത് വെച്ചേ ഉള്ളൂ, തണുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കി മുറിച്ച് കാണിക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇത് ക്രിസ്പി ആവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ആറിയാൽ മാത്രമേ ഇത് ക്രിസ്പി ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കുക്കിയുടെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയാൽ മാത്രമേ ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുള്ളൂ. അപ്പോൾ ഞാൻ അത് പൊട്ടിച്ചും കാണിച്ചു തരാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ ഒരു ബോക്സിൽ അടച്ചു വെക്കരുത്. നല്ലോണം ആറിയ ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. കുറേ നാൾ നിൽക്കും കേട്ടോ ഈ ബിസ്ക്കറ്റ്സ്. കുറേ ബൾക്കായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചായക്കൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ മക്കളൊക്കെ ചോദിക്കുന്ന സമയത്ത് നല്ല ഫ്രഷായിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.